ധർമ്മേന്ദ്ര പ്രതാപിന്റെ രാജിയിൽ പിന്നോട്ടില്ലെന്ന് CJP. നമസ്കാരം. ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ വിശേഷങ്ങളുമായി ജനേകം ടോപ് 10 ന്യൂസിലേക്ക് സ്വാഗതം. നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന ആവശ്യത്തിൽ നിന്നും പിന്നോട്ടില്ലെന്ന് CJP. ഇതുമായി ബന്ധപ്പെട്ട തീരുമാനം അറിയിക്കാൻ കേന്ദ്ര സർക്കാർ നാളെ ഉച്ചവരെ സമയം തേടിയതായി ചർച്ചയ്ക്ക് ശേഷം CJP പ്രതിനിധി അശുതോഷ് രംഗ മാധ്യമങ്ങളോട് വ്യക്തമാക്കി. ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥികളുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകുന്നതിനും പ്രതിഷേധക്കാർക്കെതിരെയുള്ള കേസുകൾ പിൻവലിക്കുന്നതിനും സർക്കാർ സമ്മതിച്ചിട്ടുണ്ട്. നാളെയും ചർച്ച തുടരുമെന്നാണ് വിവരം. തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കുമെന്ന് CJP അറിയിച്ചു. കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചെന്ന ഗുരുതര കണ്ടെത്തലിനെ തുടർന്ന് ADGP MR അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്തതിന് പിന്നാലെ ബെപ്കോ മാനേജിംഗ് ഡയറക്ടർ സ്ഥാനത്തേക്ക് പുതിയ നിയമനത്തിന് സർക്കാർ നീക്കം ഊർജിതമാക്കി. നിലവിൽ കേരള റോഡ് സേഫ്റ്റി കമ്മീഷണറായി സേവനമനുഷ്ഠിക്കുന്ന മുതിർന്ന IPS ഉദ്യോഗസ്ഥൻ യോഗേഷ് ഗുപ്തയെ ബെപ്കോ തലപ്പത്തേക്ക് കൊണ്ടുവന്നേക്കാമെന്നാണ് റിപ്പോർട്ടുകൾ. ആലപ്പുഴയിലെ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് KSU പ്രവർത്തകരെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർ മർദ്ദിച്ച സംഭവത്തിലെ അന്വേഷണ റിപ്പോർട്ട് അട്ടിമറിക്കാൻ അജിത് കുമാർ ഇടപെട്ടെന്ന ആഭ്യന്തര വകുപ്പിന്റെ അന്വേഷണത്തിൽ തെളിഞ്ഞിരുന്നു. പ്രിയദർശിനി ബസ്സുകളിൽ വനിതാ യാത്രക്കാർക്ക് സൗജന്യമായി യാത്ര ചെയ്യാനുള്ള സീറോ ടിക്കറ്റ് പുരുഷ യാത്രക്കാർക്ക് നൽകി പണം തട്ടുന്നതായി പരാതി. പുരുഷന്മാരിൽ നിന്ന് ഈടാക്കുന്ന പണം ജീവനക്കാർ എടുക്കുന്നതായി യാത്രക്കാർ പരാതിപ്പെട്ടതോടെ KSRTC അന്വേഷണം ആരംഭിച്ചു. വനിതാ യാത്രക്കാർക്ക് പ്രിയദർശിനി ഫ്രീ ട്രാവൽ എന്ന ഓപ്ഷനിലൂടെയും പുരുഷ യാത്രക്കാർക്ക് മെയിൽ എന്ന ഓപ്ഷനിലൂടെയുമാണ് ടിക്കറ്റ് നൽകിയിരുന്നത്. മണിപ്പൂർ വംശീയ കലാപവുമായി ബന്ധപ്പെട്ട ക്രിമിനൽ കേസുകളിൽ ദൈനംദിന വിചാരണ നടത്താൻ പ്രത്യേക കോടതികൾ രൂപവൽക്കരിക്കണമെന്ന് സുപ്രീം കോടതി. കേസുകളുടെ അന്വേഷണം വേഗത്തിൽ പൂർത്തിയാക്കാനും കുറ്റപത്രങ്ങളുടെ പകർപ്പുകൾ ഇരകൾക്ക് ലഭ്യമാക്കാനും അന്വേഷണ ഏജൻസികൾക്ക് കോടതി നിർദ്ദേശം നൽകി. തദ്ദേശ വകുപ്പിൽ കൂട്ട സ്ഥലമാറ്റം. 264 പേരെ സ്ഥലം മാറ്റിക്കൊണ്ടുള്ള ഉത്തരവാണ് സർക്കാർ പുറത്തിറക്കിയത്. തദ്ദേശ സ്വയംഭരണ മന്ത്രി KM ഷാജിയുടെ നിർദ്ദേശപ്രകാരമാണ് നടപടി. പ്രാബല്യത്തിൽ വന്ന ഉത്തരവിൽ പേരുള്ള 262 പേരും വിവിധ പഞ്ചായത്തിലെ സെക്രട്ടറിമാരാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ അക്കൗണ്ട് ഓഫീസർ ഉൾപ്പെടെ 2 ഉദ്യോഗസ്ഥരെയും സ്ഥലം മാറ്റി നിയമിച്ചിട്ടുണ്ട്. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്ക് മേൽ പുതിയ താരിഫ് സ്ലാബുകൾ പ്രഖ്യാപിച്ച് അമേരിക്ക. നിർബന്ധിത തൊഴിൽ വഴി നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾ തടയുന്നതിൽ പരാജയപ്പെട്ടു എന്ന് ആരോപിച്ച് 60 രാജ്യങ്ങൾക്ക് മേലാണ് 10%, 12.5% എന്നിങ്ങനെ താരിഫുകൾ ചുമത്തിയത്. ഇതിൽ കുറഞ്ഞ നിരക്കായ 10% സ്ലാബിലാണ് ഇന്ത്യയെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ട്രേഡ് ആക്ടിലെ സെക്ഷൻ 301 പ്രകാരമാണ് നടപടി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കടുത്ത ഭാഷയിൽ വിമർശിച്ച് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. അർദ്ധരാത്രിയിൽ പ്രധാനമന്ത്രി പുറത്തുവിട്ട വീഡിയോ സന്ദേശം വിദ്യാർത്ഥികളുടെ ബുദ്ധിയെ അപമാനിക്കുന്നതാണെന്നും കേവലം ഒരു പ്രഹസനം മാത്രമാണെന്നും രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി. വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ പരിഗണിച്ചില്ലെങ്കിൽ സമരം തുടരുമെന്നും രാഹുൽ മുന്നറിയിപ്പ് നൽകി. അടിവസ്ത്രത്തിനുള്ളിൽ ഒളിപ്പിച്ചു കടത്താൻ ശ്രമിച്ച 2 കോടിയോളം രൂപയുടെ സ്വർണവുമായി മലയാളി പിടിയിൽ. ഇന്നലെ അബുദാബിയിൽ നിന്ന് കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തെത്തിയ കോഴിക്കോട് സ്വദേശി ജംഷിദ് എടക്കാണ്ടിപ്പോയിൽ ആണ് കസ്റ്റംസിന്റെ പിടിയിലായത്. സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി. ഡൽഹിയിൽ സമരം ചെയ്തിരുന്ന പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകനും അധ്യാപകനുമായ സോനം വാങ്ചുക് 26 ദിവസം നീണ്ട അനിശ്ചിതകാല നിരാഹാര സമരം അവസാനിപ്പിച്ചു. ഗുഡ്ഗാവിലെ മേദാന്ത ആശുപത്രിയിലെത്തി കേന്ദ്രമന്ത്രിമാരായ JP നഡ്ഡയും ഡോക്ടർ ജിതേന്ദ്ര സിംഗും സർക്കാരിന്റെ ഉറപ്പുകൾ കൈമാറിയതിനെ തുടർന്നാണ് അദ്ദേഹം ഉപവാസം അവസാനിപ്പിച്ചത്. സ്വർണ്ണവില കേരളത്തിൽ ഇന്ന് രാവിലെ നേരിട്ടത് വൻ ഇടിവ്. ഗ്രാമിന് 170 രൂപ കുറഞ്ഞ് 13,230 രൂപയായപ്പോൾ പവന് 1,360 രൂപ താഴ്ന്ന് 1,05,040 രൂപയിലെത്തി. ഇന്നലെ രാവിലെ വില കൂടിയെങ്കിലും വൈകിട്ട് ഗ്രാമിന് 100 രൂപയും പവന് 800 രൂപയുമായി കുറഞ്ഞിരുന്നു. ജനേകം ടോപ് 10 ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ജനേകം വെബ്സൈറ്റ്, YouTube ചാനലുകൾ സന്ദർശിക്കുക.